അപ്പം ഇന്നൊരു ഞായറാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്ഥിരം കഴിച്ചത് നമ്മൾ രാവിലെ ചായയും ഉലുവവെള്ളം ഉണ്ടാക്കുന്നു. നല്ല സാമ്പാറുണ്ട് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ്. സാമ്പാറും ഉഴുന്നുദോശയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്നലെ തന്നെ നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മാവൊക്കെ നല്ല പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ചായക്കടിക്ക് ദോശയും കറിയായിരുന്നു. സംഭവം കിടു ടേസ്റ്റ് ആയിരുന്നേ. ഒരു സൺഡേ സ്പെഷ്യലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം അച്ഛനും അമ്മയും മുകളിൽ ചെറിയൊരു കൃഷിത്തോടുണ്ട് ഞങ്ങൾക്ക്. അവിടെ പോയത്. അപ്പം ഞാൻ ജിഷ്ണുവിനാണ് കുക്ക് ചെയ്യുന്നത്. ഫുഡൊക്കെ ആയിട്ട് ഇപ്പം ആരുമില്ല. അമ്മയ്ക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. പിന്നെ അച്ഛന് ചെറിയൊരു കൃഷിപ്പണി ഉണ്ട് മുകളിൽ. അപ്പം ജിഷ്ണുവേട്ടൻ അതിന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ്. അപ്പം നോക്കിയപ്പോൾ പുറത്തൊരു ഇത്തിരി വെയിൽ കണ്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാം. മഴ ആയാൽ ഞാനങ്ങനെ പുറം കാണാറില്ല. ഇന്ന് വെയിൽ വരണം. പിന്നെ മഴയും രസമാണ്. പിന്നെ ഒരു കുറച്ച് വെയിലുണ്ടാകുമ്പോൾ ഒരു രസമല്ലേ. നല്ലൊരു വെയിലൊക്കെ ഉണ്ട്. വെയിലുണ്ടായതിൻ്റെ മെയിൻ പരിപാടി തന്നെ ഡ്രസ്സ് ഇങ്ങനെ അലക്കാൻ പുറത്തേക്ക് ഇടുക, പിന്നെ അകത്തേക്കിടുക. പണി തന്നെയൊക്കെ മെയിനായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മഴക്കാലമായ ഞങ്ങളുടെ ചേച്ചടീൻ്റെ അവസ്ഥ എങ്ങനെ കേട്ടോ, നിറച്ച് കോട്ടാവും. നമ്മൾ എടുത്ത് വെച്ച് മാറ്റിയിട്ട് കാര്യമില്ല. പിന്നെയും കോട്ട് ഇങ്ങനെ നിരന്ന് വരും. അങ്ങനെ പിന്നെ ഇനി കുറച്ചുകൂടി പണിയുണ്ട് നമുക്ക്. നമ്മൾ ഫുഡൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇനി ചില്ലറ തൈരുണ്ടാക്കാവുന്ന ചില പണികളൊക്കെ ഉണ്ടാവും. നമുക്ക് കുളിച്ചിട്ടൊക്കെ വരണം. എന്നാലേ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്രാവശ്യത്തെ കർഷകശ്രീ അവാർഡ് ജിഷ്ണുവേട്ടൻ കേട്ടോ. ജിഷ്ണുവേട്ടൻ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ബിരിയാണി കഴിക്കാൻ വിചാരിച്ചു. നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമ്പം ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവം കേട്ടോ. പൊതുവേ നമ്മൾ ചെയ്യുക ചോറ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചിക്കൻ വേറൊരു പാത്രത്തിൽ വയ്ക്കും. പിന്നെ നമ്മളെ ബിരിയാണി കേട്ടോ സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധനം കിടിലായിട്ട്. ഞങ്ങളുടെ റെസിപ്പി ഏതായാലും കൊള്ളാം. ഉണ്ടാക്കിയ ആളും തിരക്കടില്ല. അങ്ങനെ നമ്മളൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരത്തേക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. പൊതുവേ നമുക്ക് ജിഷ്ണുവേട്ടൻ അങ്ങനെ സൺഡേ കിട്ടാറില്ല. കാരണം ക്രിക്കറ്റ് പക്ഷെ കിട്ടി ഞങ്ങൾ നല്ല മുതലെടുക്കാറുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളൊരു മാംഗോ പുഡിങ് ഉണ്ടാക്കണം. ഇതിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വലിയ പരിചയമൊന്നുമില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. ഞാനങ്ങനെ ബ്രെഡിൻ്റെ കരൊക്കെ വെട്ടി ഇതാക്കണം. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ സെറ്റൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കട്ടോ. ഇതാണ് എൻ്റെ ശുണ്ട്, ഇതിൻ്റെ ലച്ചു, ഇതിൻ്റെ കൃമി. അപ്പൊ ഓക്കെ നമ്മള് കുട്ടികളൊക്കെ വന്നു. ഇങ്ങോട്ട് വാ. അതെ നേരത്തോളം പറഞ്ഞോണ്ടല്ലോ. ഞങ്ങള് മൂന്നാളല്ല, വേറെ ആളും കൂടി ഉണ്ട്. അയാളെവിടെ ഗൈസ്? ഇവിടെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലൊന്നും കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഹെഡ്സെറ്റ് വെച്ചേ വെക്കില്ല, വെക്കത്തില്ല, നീ വെക്കത്തില്ലേ? ഇല്ലേ? ഞങ്ങള് പോവാട്ടോ രാജ. പോയില്ലോ. പുഡിങ് ഫെയിലാണെങ്കിലും കുട്ടികൾക്കെല്ലാം ഇഷ്ടമായിരുന്നു കേട്ടോ സാധനം. അപ്പോൾ പുഡിങ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ നല്ലൊരു കട്ടൻ ചായയും അതിൻ്റെ ഒപ്പം ഒരു പൊറാട്ടൊക്കെ കഴിച്ചു കേട്ടോ. മഴ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം പോയിട്ട് ടി വി ഒക്കെ കണ്ടു കേട്ടോ. തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടി വിയിൽ, അതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ അതിനുള്ളൂ നമ്മൾ സൺഡേ എന്ന് പറഞ്ഞത്. കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഓക്കെ ബൈ.